Hi friends, welcome back to Viniz world. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അതും 2 tier ആണ് കേട്ടോ. അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞി ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കണേ. ഇനി നമ്മൾ ഈ മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കോൺഫ്ലോർ ഇടുന്നുണ്ട്. 1/4 കപ്പ് കൊക്കോപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ കൊക്കോപ്പൊടി നല്ല കളറുള്ള കൊക്കോപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 6 മുട്ട വേണം. അതൊന്ന് വൈറ്റും യോക്കും രണ്ടും രണ്ടാക്കി എടുക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ 6 മുട്ട എടുക്കണം കേട്ടോ. 2 ടയറായിട്ടാണല്ലോ ഉണ്ടാക്കണം. ഇനി ഈ മുട്ടയുടെ വൈറ്റ് നന്നായിട്ടൊന്ന് അടിച്ച് നല്ല ഫ്ലഫി ആക്കി എടുക്കാം. അതായത് പൊങ്ങി വന്നിട്ട് അത് ചരിച്ചാലൊന്നും പോവാത്ത അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഇത്ര നേരം ലിക്വിഡ് ആയത് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നല്ലൊരു ഫോമായി വന്നിട്ടില്ലേ, ചരിച്ചാലൊന്നും പോണില്ല. ഇതാണ് നമുക്ക് വേണ്ട ആ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് എഗ്ഗ് യോക്ക് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു 2 പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. ഇതുപോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇത് നല്ല ഇതിൻ്റെ പഞ്ചസാരയ്ക്ക് വല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവണ വരെ നമുക്ക് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണമാണ്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് വീണ്ടും ഫ്ലഫി ആക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊരു മഞ്ഞ കളർ പോലത്തെ അല്ലേ. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇതിനൊരു ക്രീമി ടെക്സ്ചർ വരും, ഒരു ക്രീമിൻ്റെ കളറാവും, കുറച്ചുകൂടി ലൈറ്ററാവും. ഇതാ ഇപ്പോൾ ലൈറ്ററായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കുറേശ്ശെയായിട്ട് ഒഴിച്ചു എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അധികം അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയാൽ മതി. ഇനി നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ് കേട്ടോ. ആദ്യം ഇട്ട പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ള അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പതപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് ഭാഗം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് അടുത്ത ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പതുക്കെയാണ് ചെയ്യണത്, ടൈം ലാപ്സിൽ കാണിക്കണതാണ്. അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുട്ടയുടെ വെള്ളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 കപ്പ് പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം 1/4 കപ്പ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത 1/4 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ 2 കേക്ക് മോൾഡ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പകുതി വീതം ഒഴിച്ചാൽ മതി. ഒരെണ്ണം 6.5 ഇഞ്ചും ഒരെണ്ണം 8.25 ഇഞ്ചുമാണ്. നമുക്ക് കുറച്ചും കൂടി ഒരു 5 ഇഞ്ചിൻ്റെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലെവൽ വ്യത്യാസപ്പെട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ആ സമയത്ത് എനിക്കത് ഉണ്ടായില്ല. ഇപ്പം ഞാനൊരു 6 ഇഞ്ചിൻ്റെ വേറെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ 6 ഇഞ്ചിൻ്റെ ഉപയോഗിക്കാം. ഇപ്പോൾ 2 കേക്ക് ഉണ്ടല്ലോ, അത് ഒരുമിച്ചാക്കാൻ വേണ്ടി ഞാൻ ഓവനാണ് ഉപയോഗിക്കുന്നത്. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ആ 150 തന്നെ 40 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടുപ്പിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അടച്ചു വെക്കുക. സാധാരണ ഞാൻ കാണിക്കണതാണല്ലോ. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയും കൂടി നന്നായിട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടണം കേട്ടോ. 8 or 10 ഒക്കെ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് ഇട്ടേക്കണത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെയ്യണതിന് 5-6 മണിക്കൂർ മുമ്പേ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴോട്ട് വെച്ചതാണ്. 2 ടയർ ആയതുകൊണ്ടും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് 2.25 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സൈസ് ഡബിളായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ കൊക്കോ പൊടിയും ക്രീമും നല്ല മിക്സ് ആവണ വരെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊക്കോ പൊടി ഇട്ട് കൊടുത്തല്ലോ, അതുകൊണ്ടാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആവണ വരെ ബീറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കാം. കേക്ക് ഇപ്പോൾ റെഡിയായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. വലിയ കേക്ക് 40 മിനിറ്റും ചെറിയ കേക്ക് 30-35 മിനിറ്റിലും റെഡിയായി വന്നായിരുന്നു. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ കീറിക്കളഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ചെത്തിക്കളയാം. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനെ 3ആയിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ കത്തി കൊണ്ടാണ് മുറിക്കണത്. നിങ്ങൾക്ക് ട്വൈൻ വെച്ചിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചെറിയ കേക്കും അതുപോലെ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ 3ആയിട്ട്. ഇനി നമുക്കൊരു ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ആദ്യത്തെ ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 സൈഡിൽ നിന്ന് പതുക്കെ സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുത്തൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഞാൻ കേക്കിൻ്റെ മിഡിൽ പീസാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുത്തത്. ഇനി ഈ ക്രീമിൻ്റെ മീതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇനി അടുത്ത ലെയറും സോക്ക് ചെയ്യാം. 2 സൈഡിൽ നിന്നും ഒരു സൈഡ് സോക്ക് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് അടുത്ത സൈഡ് സോക്ക് ചെയ്ത് ക്രീം തേച്ച് അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ വെക്കുമ്പോൾ അതിനൊന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ ലെയർ നമ്മൾ ടോപ്പ് ലെയറാണ് കേട്ടോ വെച്ചത്. ഇപ്പോൾ ക്രീം തേച്ച് കൊടുത്തല്ലോ, അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പാച്ചില കൊണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ലെവലായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ക്രംസ് ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളയാം. നമുക്ക് ഈ ബ്രഷ് കൊണ്ടും ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്രഷ് ഒന്ന് പെയിൻറ്റ് ചെയ്യണ പോലെ അതിൽ മുക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം കവറായിട്ടുണ്ട്. ഇനി സൈഡിൽ ഒന്ന് സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കി കൊടുക്കാം. സൈഡിലപ്പോൾ കുറച്ച് കൂടുതൽ ക്രീം തേച്ച് കൊടുത്തിരിക്കണം, അപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് അത് വരുള്ളൂ. ഇപ്പം ഇനി ഇത്തിരി നമ്മുടെ കൂടെ പോന്നാൽ അത് അവിടെ ഒന്ന് ജസ്റ്റ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി. പിന്നെ മുകളിൽ ഇങ്ങനെ നീണ്ടു നിൽക്കണ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വലുതാണ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ ചെറുതാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ക്രീം അതിൽ ബോർഡിൽ തേച്ചിട്ട് സോക്ക് ചെയ്ത ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് ക്രീം തേക്കുവാണ്. നമ്മൾ മിഡിൽ ലെയർ തന്നെയാണ് ഫസ്റ്റ് വെച്ച് കൊടുത്തേക്കണത്. ഇനി അതിൻ്റെ മീതയിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൈഡും കൂടി കവർ ചെയ്താണ് കേട്ടോ പോണത്. 2 ലെയർ ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ലെയർ ഇതുപോലെ തന്നെ സോക്ക് ചെയ്ത് കൊടുത്തിട്ട്, അതായത് ഏറ്റവും അടിയിലെ ഭാഗമാണ് ഇപ്പോൾ മുകളിൽ വന്നേക്കണത്, അത് സോക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്രീം തേച്ച് കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒന്ന് സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൊണ്ടുപോയി ആദ്യത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെയും കൊണ്ടുപോയി ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് പതുക്കെ ചൂടാക്കി ഇത് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ, അതിന് കുറച്ച് മധുരം കുറവായിരിക്കുമല്ലോ.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു കളർ വരാൻ വേണ്ടിയാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിലേക്ക് ഒഴിച്ച് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് എളുപ്പത്തിൽ ഒഴിക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അറ്റം നമുക്ക് ഒന്ന് റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ടൊന്ന് കെട്ടി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് കൊടുക്കാം. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കണതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സൈഡിൽ ഉള്ള ക്രീമൊക്കെ ഒന്ന് തുടച്ച് കളയണം കേട്ടോ. ഇപ്പോൾ ഈ കേക്കിൻ്റെ ബോർഡറിൽ ഇതിങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കുറച്ച് ഭാഗം മാത്രമേ മുറിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ വരണത്. കുറച്ച് കൂടുതലായിട്ട് മുറിക്കുകയാണെങ്കിൽ നല്ല കൂടുതലായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ, ഇതിലേക്ക് കൂടി ഒഴിക്കുകയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു കേക്കും കൂടി വെക്കണമല്ലോ, അതുകൊണ്ട് ഒരു സ്ട്രോ ഈ കേക്കിൻ്റെ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് 4 എണ്ണം കുത്തി കൊടുക്കണ്ട കേട്ടോ കേക്കിൻ്റെ മുകളിൽ. താഴെയുള്ള കേക്കിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണിത്. 2 കേക്കും കൂടി ജോയിൻ ചെയ്യണ ഭാഗം കാണുമ്പോൾ ഒരു വൃത്തികേടാണല്ലോ, അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി സ്റ്റാർ നോസിൽ കൊണ്ട് തന്നെ ഒരു പൂ കുത്തി കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗനാഷ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇത്തിരി ചൂടാറിയതുകൊണ്ടാണ് തന്നെത്താനെ ഒഴുകി പോകാത്ത കേട്ടോ. ഗനാഷ് ലൂസാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ കേക്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ ഫസ്റ്റ് കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ. താഴെയും ഓരോ സ്ക്യൂസ് ചെയ്തില്ല, നമ്മൾ ഗനാഷ് ഒഴിച്ചു കൊടുത്തല്ല, അതിൻ്റെയൊക്കെ ഇടയിൽ ഓരോ പൂ ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഷുഗർ ബോൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഷുഗർ ബോൾസ് വെച്ചിട്ടുണ്ട്, പൂവിൻ്റെ മുകളിലും ഷുഗർ ബോൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.